പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉയരുന്നതായി രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ. 10 വർഷത്തെ ഭരണത്തിന് ശേഷം മാറ്റം അനിവാര്യമെന്ന വിലയിരുത്തലാണ് ശക്തമാകുന്നത്. സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന വിമർശനമാണ് പ്രധാനമായി ഉയരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്നുള്ള ചെലവുകൾ പരസ്യ പ്രചാരണത്തിനായി മാത്രമാണ് ഉപയോഗിച്ചതെന്ന ആരോപണവും ശക്തമാണ്. പൊതുജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന വികസനം കാണാനാകില്ലെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനൊപ്പം അഴിമതിയും ഭരണത്തിലെ അഹങ്കാരവും കഴിഞ്ഞ 10 വർഷത്തെ പ്രധാന സവിശേഷതകളാണെന്ന ആരോപണവും ഉയരുന്നു. ഈ സാഹചര്യത്തിൽ വീണ്ടും ഇതേ സർക്കാർ അധികാരത്തിലെത്താൻ ജനങ്ങൾ തയ്യാറാകില്ല എന്നതാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. പാർട്ടിക്കകത്തും അസന്തോഷം ഉയരുന്നുവെന്ന സൂചനകൾ വ്യക്തമാണ്. ചില മണ്ഡലങ്ങളിൽ വിമത സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയതും പാർട്ടി പ്രവർത്തകരിൽ തന്നെ വിരുദ്ധ നിലപാടുകൾ രൂപപ്പെടുന്നതും ശ്രദ്ധേയമാണ്. ബംഗാളിൽ സംഭവിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാനത്ത് തളരാതിരിക്കണമെങ്കിൽ നേതൃത്വത്തിൽ മാറ്റം വേണമെന്ന അഭിപ്രായവും ചിലർ മുന്നോട്ട് വെക്കുന്നു. അതേസമയം മുസ്ലിം വോട്ടർമാരുടെ നിലപാടിൽ മാറ്റമുണ്ടാകുമെന്ന റിപ്പോർട്ടുകളും രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിക്കുന്നു. മുൻകാലങ്ങളിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്ന വിഭാഗങ്ങൾ ഇപ്പോൾ വ്യത്യസ്തമായ രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് നീങ്ങാനിടയുണ്ടെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഗണിതത്തിൽ നിർണായകമായ ഘടകം കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലങ്ങളാണ്. 10,000-ൽ താഴെ ഭൂരിപക്ഷമുള്ള ഏകദേശം 30 മണ്ഡലങ്ങളിൽ ചെറിയ വോട്ടുമാറ്റം പോലും ഫലം നിർണ്ണയിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. 5000 വോട്ടുകളുടെ സിറ്റിംഗ് പോലും ഫലത്തെ മാറ്റിമറിക്കാനാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം. യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനാകുമെന്നാണ് പ്രതീക്ഷ. ചില മണ്ഡലങ്ങളിൽ മത്സരഫലം അനിശ്ചിതമായിരിക്കുമ്പോഴും മൊത്തത്തിൽ അവർക്ക് നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനത്ത് മുന്നേറ്റം ഉണ്ടാകാനിടയുണ്ടെന്നും 4 മുതൽ 7 സീറ്റുകൾ വരെ നേടാനുണ്ടാകുമെന്നുമാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മൊത്തത്തിൽ ഭരണവിരുദ്ധ വികാരം, പാർട്ടി അകത്തെ അസന്തോഷം, വോട്ടർമാരുടെ നിലപാട് മാറ്റം എന്നിവ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് വീണ്ടും അധികാരത്തിലെത്തുന്നത് വെല്ലുവിളിയാകുമെന്നതാണ് നിലവിലെ രാഷ്ട്രീയ വിലയിരുത്തൽ.